ശ്രീ സന്ദീപ് ചന്ദ്രൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിർമ്മാതാക്കളുടെ സംഘടന മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തി വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു, സർക്കാരിനോട് പരിശോധന വേണം എന്നാവശ്യപ്പെടുന്നു. ഒന്നും നടക്കുന്നില്ല. പിന്നീട് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന പരാതി അടക്കം ഉന്നയിക്കുന്നു. പക്ഷേ ഇപ്പോൾ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നു, വിൻസി പരാതി പറഞ്ഞു, അപർണ പരാതി പറഞ്ഞു, പലർ പരാതി പറയുന്നുണ്ട്. ഇതാരും അറിയാത്തൊരു കാര്യമാണ്. ഇതിപ്പോൾ സൂത്രവാക്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരാൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ? അല്ല. അവിടെ 2 പേർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ? ഇല്ല. ഇദ്ദേഹത്തിന്റെ കണ്ണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ ഷൂട്ട് നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. പ്രൊഡ്യൂസർക്ക് പരാതിയുണ്ടോ? ഇല്ല. സംവിധായകന് പരാതിയുണ്ടോ? ഇല്ല. ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് അവിടെ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് മറ്റാർക്കെങ്കിലും പരാതിയുണ്ടോ? ഇല്ല. ഇതിങ്ങനെ വെച്ച് വാഴിക്കുന്നത് എന്തിനാണ്? അല്ല, ഞങ്ങളത് മാധവത്തിൽ ഞങ്ങൾ വെച്ച് വാഴിക്കാനൊന്നും ഉദ്ദേശിച്ചല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ 2 വർഷം മുമ്പൊരു പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതാണ്, ഇവിടെ ലഹരിയുടെ അതിപ്രസരമുണ്ട്, ഇത്തരം വിഷയങ്ങൾ ഇവിടെ വളരെ സജീവമായി ഉണ്ട്. അത് ഈ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്നു, അത് ഒരു നിർമ്മാതാവിനെ ബാധിക്കുന്നു, അത് വ്യവസായത്തെ ബാധിക്കുന്നു. കാരണം പല ഷൂട്ടിങ്ങുകളും മുടങ്ങേണ്ട അവസ്ഥയുണ്ട്. അപ്പം അത് ഇപ്പോൾ ആരോപിക്കപ്പെട്ട നടനല്ല, മറ്റൊരു നടനും അതിൻ്റെ കൂടെയുണ്ട്. ശ്രീനാഥ് ബാസിയുടെ പേരും അതിനകത്ത്. അന്നത്തെ വിഷയം വളരെ ബുദ്ധിമുട്ടുള്ള പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്നുള്ള പല കംപ്ലൈൻറ്റുകളും വന്നുകൊണ്ടാണ്. അവരുടെ ഷൂട്ടിംഗ് നിൽക്കുന്നു, കോടികൾ മുടക്കി ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മൂലം നിരുത്തരപരമായിട്ടുള്ള ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു പത്രസമ്മേളനം പോലും ഞങ്ങളന്ന് നടത്തേണ്ടി വന്നത്. അപ്പോൾ അത് അന്ന് സർക്കാർ അത് മുഖവിലേക്ക് എടുത്തുവെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ന് പ്രശ്നാധിഷ്ഠിതമാണ്. തീർച്ചയായിട്ടും അത് ആ പ്രശ്നത്തെ 100% സർക്കാർ എടുക്കേണ്ട ഗൗരവത്തോടുകൂടി എടുത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് സിനിമയെ മാത്രം വേട്ടയാടുന്നത് ഒരു സ്ഥിരം പ്രവണതയായി വരുന്നുണ്ട്. അത് പൊതുവെ എന്ത് പറഞ്ഞാലും അത് സിനിമയുടെ ഇത് ചെയ്യുക എന്നുള്ളത് സിനിമാ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ മറ്റു മേഖലകളിലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ നാനാതുറയിലുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇതേ നടന്മാരുടെ, ഈ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും പേര് അതിൽ പറയുന്നു. നാളെ അവരതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ വേണ്ടി അവരെ വിളിച്ചു വരുത്തുകയാണ്. ഇതിപ്പോ ഈ ഫ്ളാറ്റിൽ, സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ച് കേരളത്തിലെ അറിയപ്പെടുന്ന ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകർ അല്ലെ, അവർ പിടിയിലാവുകയാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഇത്രയധികം വാർത്തകൾ വരികയും ഇത്രയധികം നിയമ നടപടികൾ ഉണ്ടാവുകയും വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും വീണ്ടും ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് തയ്യാറാകാൻ കഴിയുന്ന പ്രിവിലേജ് എന്താണ്? അല്ല, അത് ഒരിക്കലും അത് ആരെയും സംരക്ഷിക്കാനല്ലല്ലോ ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ ഉള്ളത്. ഇത് തീർത്തും ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ 100% നഖശികാന്തം എതിർക്കുകയും അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആർജവത്തോടുകൂടി പറയുകയും ചെയ്തൊരു സംഘടനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിർമ്മാതാക്കളെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ബാധിക്കും. അത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണെങ്കിൽ, ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം അത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിലല്ല, അവർ വ്യക്തിപരമായിട്ട് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു സ്പേസിൽ ഉള്ളപ്പോഴാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ എടുത്തു പറയുമ്പോൾ 2 പേരെന്ന് പറഞ്ഞാൽ കേട്ടാൽ അറിയാവുന്ന 2 പേരുകളായതുകൊണ്ടാണ് ആ പേരുകൾ എടുത്തു പറയുന്നത്. അത് സിനിമാ മേഖലയിൽ നിന്നുമാണ്. മറ്റു മേഖലയിലുള്ള എത്രയോ പേരുടെ പേര് അവരുടെ ലിസ്റ്റിലുണ്ടാകാം. അപ്പം അത് പുറത്തു വരാത്തത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ താരങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ, നമ്മുടെ സമൂഹത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ്. ഇതിനു മുൻപ് ക്യാമ്പസിൽ ലഹരി ഉപയോഗം ശക്തമായി വരുന്നു, നിരവധി നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന സമയത്ത് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറയുകയും ചെയ്തു. ആ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവരൊക്കെ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മീഡിയകളിലടക്കം നടത്തുന്ന പ്രതികരണങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതാണ്. തങ്ങളൊക്കെ ആരാധിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ അറിയാം.
ചേട്ടൻ സെറ്റാണ് കേട്ടോ എന്നൊക്കെയാണ് പല കമന്റുകളും ഓരോ ഈ പറയുന്ന പൊള്ളത്തരം ഇടുവായിട്ടും വിളിച്ച് പറയുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ യുവതയെ, നമ്മുടെ യുവാക്കളെ, വിദ്യാർത്ഥികളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളായി വളർത്തി വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടല്ലേ. സിനിമ ശരിയാണ്, പ്രൊഡ്യൂസർ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും സർക്കാർ എത്ര പ്രൊമോട്ട് ചെയ്യുന്നതാണ്, ജനങ്ങളുടെ നികുതി പണം എത്ര അതിനുവേണ്ടി ചെലവഴിക്കുന്നതാണ്. ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടില്ലേ, പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സാമൂഹ്യ ഉത്തരവാദിത്വം സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, സമൂഹത്തിലുള്ള മറ്റ് സംഘടനകൾക്കുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. അപ്പം ഇതെല്ലാം തീർത്തും ഞാൻ പറയുന്നത് സിനിമയ്ക്ക് 100% എഴുതി കൊടുത്തിരിക്കുന്നതല്ല സാമൂഹ്യ പ്രതിബദ്ധത. സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അവരാരാധിക്കുന്ന, അവർ ആരാധനാപാത്രമായി കാണുന്ന ഒട്ടനവധി ആൾക്കാർക്ക്, യുവതയ്ക്ക് തീർച്ചയായിട്ടും അവരൊരു ഒരു 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 മാതൃകയാവേണ്ടതാണ്. അതിനകത്ത് കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർ സ്വയം തിരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അത് സർക്കാർ തിരുത്തൽ നടപടികൾ എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, സാമൂഹ്യ പ്രതിബദ്ധതയും ഈ പറയുന്നത് പോലെ റോൾ മോഡലാകുന്നതും ഒന്നും സിനിമാക്കാർ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഇത്തരം വ്യക്തികളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരാൽ സ്വാധീനിക്കേണ്ട ആൾക്കാരുണ്ടാകാം. തീർച്ചയായിട്ടും അത് സിനിമയ്ക്ക് മാത്രം, സിനിമാ മേഖലയിലുള്ള ലഹരി ഉപയോഗം എന്ന് പറയുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ലഹരി ഉപയോഗത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1% എന്ന് പോലും പറയാൻ കഴിയില്ലായിരിക്കും. പക്ഷേ അത് സ്വാഭാവികമായും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ചർച്ചയാകപ്പെടും എന്നുള്ളത് പ്രധാനവുമാണ്. അല്ലാതെ കേരളത്തിൽ സിനിമാക്കാർ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നൊന്നും വിചാരിക്കുന്ന മൂഢസ്വർഗം നമ്മൾ ആരും വിചാരിക്കുന്നില്ല അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത്. പക്ഷെ സ്വാഭാവികമായും പ്രതീതിയാണ് മാധു ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നൊരു പ്രതീതിയാണ്. സമൂഹം ആരാധിക്കുന്ന മനുഷ്യർ ഏതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും ഇത്തരം വിവാദങ്ങളിൽ പോയി പെടുമ്പോൾ ആളുകൾ അത് കാണും, ആളുകൾ വലിയ തോതിൽ ചർച്ചയാകും. ഈ പറയുന്ന താരാരാധന വലിയ തോതിൽ ആസ്വദിക്കുന്നവരാണല്ലോ ഇവരെല്ലാവരും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ, വിവാദങ്ങളിൽ പോയി പെടുമ്പോൾ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉന്നയിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അനുഭവിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രിവിലേജുകളും അനുഭവിക്കുമ്പോൾ ഒരു ബാധ്യത ഉണ്ടാകുമല്ലോ. ഒരു കലയ്ക്ക് പല ശാഖകളും ഉണ്ട്, വിവിധ ശാഖകളിലുള്ള കലാരൂപങ്ങളുണ്ട്. അതിലുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ സിനിമ മാത്രമാണ് പെട്ടെന്ന് എടുത്തു കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ സമൂഹത്തിൽ നടത്തേണ്ട തിരുത്തലുകളാണ്. ഇതിൻ്റെ നമ്മൾ ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് മദ്യം എന്ന് പറയുന്നത് ഒരു വിപത്താണ്, ഭയങ്കര വലിയ ലഹരിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്നും ഇപ്പോൾ അതിനെക്കാട്ടിലും കൊടിയ ഇതുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഏറ്റവും കൂടുതലും അതിപ്രസരത്തിലുള്ളത്. അത് അതിലും വലിയ വിപത്താണ് എന്ന് തിരിച്ചറിയുന്ന ഈ ഒരു സമയത്ത് അതിനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഉണ്ട്, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്താനും, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഈ പിടിക്കുന്നതെല്ലാം വെറും ചെറിയ കണ്ണികൾ മാത്രമാണ്, ഉപയോഗിക്കുന്നവർ മാത്രമാണ്. ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ എന്നോ സർക്കാരുകൾക്ക് എത്താമായിരുന്നു. അത് എത്താതെ പോയത് എന്താണ്? അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇനിയെങ്കിലും അത് ആഴത്തിലിറങ്ങി അതിൻ്റെ വേര് കണ്ടുപിടിച്ച് വേര് പിഴുതെറിയാനായിട്ടുള്ള ആർജവം സർക്കാരും എക്സൈസും പോലീസും എല്ലാം നടത്തണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും